ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 14-ാം അധ്യായം. സഹോവാച യ ഏഷ ദേഹാത്മമാനിനാം സത്വാദിഗുണവിശേഷ വികൽപ്പിത കുശലാകുശല സമവഹാര വിനിർമ്മിത വിവിധ ദേഹാവലിഭിർവിയോഗ സംയോഗാധ്യനാദി സംസാരാനുഭവസ്യ ദ്വാരഭൂതേന ഷഡിന്ദ്രിയവർഗേണ തസ്മിൻ ദുർഗാദ്വവദസുഗമേ ധ്വന്യാപതിത ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോർവശവർത്തിനാ മായയാ ജീവലോകോയം യഥാവണിക് സാർത്ഥോർത്ഥപരഃ സ്വദേഹനിഷ്പാദിത കർമാനുഭവ ശ്മശാനവദ ശിവദമായയാം സംസാരാടവ്യാം ഗതോ നാദ്യാദി വിബലബഹു പ്രതിയോഗേഹസ്തത്താപോപശമനീം ഹരിഗുരുചരണാരവിന്ദ മധുകരാനുപദവീമവരുന്തേ യസ്യാമുഖ വാ ഏതേ ഷഡിന്ദ്രിയനാമാന കർമ്മണ ദസ്യവ ഏവതേ. ദേഹത്തെ ആത്മത്വേന അഭിമാനിക്കുന്നവർക്ക് സത്വാദിഗുണവിശേഷങ്ങളുടെ ബലമായ പുണ്യം, പാപം, മിശ്രം എന്ന കർമ്മഭേദങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ദേവമനുഷ്യാദി ശരീരങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതായ അനാദി സംസാരത്തിൻ്റെ അനുഭവത്തിന് ദ്വാരമായി ഭവിച്ചിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അധീനത്തിൽ അകപ്പെടുക നിമിത്തം കാടെന്ന പോലെ ദുഃഖഭൂയിഷ്ടമായ പ്രവൃത്തിമാർഗത്തിൽ സർവേശ്വരനായ വിഷ്ണു ഭഗവാന്റെ വശവർത്തിനിയായ മായയാൽ ജീവസമൂഹം പ്രവേശിപ്പിക്കപ്പെടുന്നു. ധനമാഗ്രഹിക്കുന്ന കച്ചവടക്കാരുടെ സംഘം കാട്ടിലകപ്പെട്ടു വലയുന്നതുപോലെ സ്വശരീരത്താൽ സമ്പാദിച്ച കർമ്മങ്ങളുടെ ബലമായ സുഖദുഃഖങ്ങളെ അനുഭവിപ്പാനായിട്ട് ശ്മശാനം എന്ന പോലെ അമംഗളസ്ഥാനമായ സംസാരമാകുന്ന കാട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു. നിഷ്ഫലങ്ങളും അനേക വിഘ്നങ്ങളോട് കൂടിയവയുമായ പ്രവൃത്തികളെ നടത്തുക നിമിത്തമുള്ള ദുഃഖത്തെ തീർത്ത് നിവൃത്തിമാർഗങ്ങളെ കാട്ടിക്കൊടുക്കുന്ന ഭഗവത് ഭക്തന്മാർ സഞ്ചരിക്കുന്ന ഭക്തിമാർഗത്തിൽ ആരും വന്നു ചേരുന്നില്ല. യാതൊരു സംസാരവനത്തിലുള്ള 6 ഇന്ദ്രിയങ്ങൾ അവയുടെ വ്യാപാരം നിമിത്തം പിടിച്ചു പറിക്കുന്നുവോ അവർ കള്ളന്മാർ തന്നെ. തദ്യഥാ പുരുഷസ്യ ധനം യത്കിഞ്ചിത് ധർമ്മൗപൈകം ബഹുകൃച്ഛാദിഗതം സാക്ഷാത് പരമപുരുഷാരാധനലക്ഷണോ യോസൗ ധർമ്മസ്ത്വം തു സാമ്പരായ ഉദാഹരന്തി. തദ്ധർമ്മ്യം ധനം ദർശന സ്പർശന ശ്രവണാസ്വാദന വക്രാണസങ്കൽപ്പ വ്യവസായ ഗൃഹഗ്രാമ്യോപഭോഗേന കുനാദസ്യാജിതാത്മനോ യഥാ സാർത്ഥസ്യ വിലുംബന്തി. ഇന്ദ്രിയങ്ങൾ കള്ളന്മാർ തന്നെ എന്ന് പറഞ്ഞതിനെ സാധിക്കുന്നു. ധർമ്മത്തിനുപയോഗിപ്പാൻ യോഗ്യമായ ധനത്തെ പുരുഷൻ ബഹു കഷ്ടം ചെയ്ത് സമ്പാദിക്കുന്നു. പരമാർത്ഥമായ ധർമ്മം സാക്ഷാൽ പരമപുരുഷനെ ആരാധിക്കുന്നത് തന്നെ. അതുകൊണ്ട് മാത്രമേ മരണാനന്തരം സദ്ഫലം ലഭിക്കുകയുള്ളൂ എന്ന് അറിവുള്ളവർ നിശ്ചയിച്ചിരിക്കുന്നു. ധർമ്മ്യമായ ആ ധനത്തെ ഇന്ദ്രിയാധീനത നിമിത്തം കാണുവാനും സ്മരിപ്പാനും കേൾപ്പാനും ആസ്വദിപ്പാനും പ്രാണിക്കുവാനും സങ്കൽപ്പിപ്പാനും നിശ്ചയിപ്പാനും ഉപകരിക്കുന്ന വസ്തുക്കളെ സമ്പാദിച്ച് ഗൃഹസുഖത്തെ അനുഭവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആത്മജയമില്ലാത്ത കുൽസിതനായ നാഥനെ ആശ്രയിച്ചിരിക്കുന്ന കച്ചവട സംഘക്കാരുടെ ധനം ചോരന്മാർ അപഹരിക്കുന്നത് പോലെ ഇന്ദ്രിയജയമില്ലാത്തവരുടെ ധനവും സബലമായി ചെലവ് ചെയ്യാത്തതുകൊണ്ട് പിടിച്ചുപറിച്ചു കൊണ്ടുപോയതിന് തുല്യമാകുന്നു. അതിനാൽ സംസാരവനത്തിൽ പ്രവേശിച്ച ജീവാത്മാക്കളുടെ ധനം അപഹരിക്കുന്ന ചോരന്മാർ തന്നെയാണ് ഇന്ദ്രിയങ്ങൾ. അധജ എത്ര കൗടുംബിക ധാരാപത്യാദയോ നാംന കർമ്മണ മൃഗസൃഗാല ഏവാ നിച്ഛതോഭി കദര്യസ്യ കുടുംബിന ഉരണക വത്സം ലക്ഷ്യമാണം മിഷതോഭി ഹരന്തി. കാട്ടിൽ കുറുക്കൻ മുതലായ മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുന്നു. സംസാരമാകുന്ന വനത്തിൽ കുടുംബികൾ എന്ന പേരോട് കൂടിയവരാണ് ഭാര്യാപുത്രാദികൾ. എങ്കിലും അവരുടെ പ്രവൃത്തി കൊണ്ട് നോക്കുന്നതായാൽ ചെന്നായ്ക്കൾ, കുറുക്കന്മാർ മുതലായ ദുഷ്ടമൃഗങ്ങൾ തന്നെ. എന്തുകൊണ്ടെന്നാൽ സ്വശരീര പരിപാലനത്തിനും ധർമ്മകാര്യത്തിനും വേണ്ടി സംരക്ഷിച്ചു വച്ചിരിക്കുന്ന ധനം ചെലവ് ചെയ്യുവാൻ ഇച്ഛിക്കാതിരിക്കുന്ന ലുബ്ധനായ പുരുഷൻ്റെ സന്നിധിയിൽ ചെന്ന് നിങ്ങൾ ഞങ്ങളുടെ പിതാവാകയാൽ ഞങ്ങൾക്ക് ധനം തരണം എന്ന് മക്കളും പറഞ്ഞു നിർബന്ധിച്ച് ധനം അപഹരിക്കുന്നു. വളർത്തുന്ന ആട്ടിൻകുട്ടിയെ ചെന്നായ്ക്കൾ പിടിച്ചു തിന്നുന്നത് പോലെ ഗൃഹസ്ഥൻ്റെ ധനത്തെ അപഹരിക്കുന്ന ഭാര്യ പുത്രാദികൾ തന്നെ സംസാരവനത്തിലെ ചെന്നായ്ക്കളും കുറുക്കന്മാരും. യഥാഹ്യനുവത്സരം കൃഷ്യമാണമപ്യത ദഗ്ധബീജം ക്ഷേത്രം പുനരേവാവപനകാലേ
ഗുൽമ തൃണ വീരുദ്ഭിർഗഹ്വരമിവ ഭവത്യേവമേവ ഗൃഹാശ്രമഃ കർമ്മക്ഷേത്രം യസ്മിന്നഹി കർമാണ്യുത്സീദന്തി യദയം കാമകരണ്ട ഏഷ ആവസ്ഥഃ. കാട്ടിൽ വല്ലികളും പുല്ലുകളും വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് പ്രവേശിപ്പാൻ പ്രയാസമെന്ന് പറഞ്ഞതിനെ വിവരിക്കുന്നു. ധാന്യം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ എല്ലാ കൊല്ലവും ഉഴവ്, കിള മുതലായ പ്രവൃത്തികൾ ചെയ്ത് ശോധന വരുത്തുന്നുണ്ടെങ്കിലും വിത്തുകൾ നശിക്കാത്തതുകൊണ്ട് വിളയിടുന്ന കാലത്ത് പിന്നെയും കളകൾ മുളയ്ക്കുന്നതിനാൽ കാടെന്ന പോലെ ഭവിക്കുന്നു. അതുപോലെ ഗൃഹസ്ഥാശ്രമം കർമ്മം നശിക്കാത്തതായ ഒരു കൃഷിസ്ഥലമാകുന്നു. കർമ്മങ്ങൾ നശിക്കുന്നില്ല. ഒരു പ്രവൃത്തിയുടെ ബലം സിദ്ധമാകുമ്പോൾ ആ പ്രവൃത്തി നിർത്തുന്നുവെങ്കിലും കാമവൃത്തി നശിക്കാത്തതുകൊണ്ട് വീണ്ടും വാസന ജനിക്കുകയും പ്രവൃത്തി രണ്ടാമതും തുടങ്ങുകയും ചെയ്യുന്നു. മരണാനന്തരം വാസന നശിക്കാത്തതുകൊണ്ട് വീണ്ടും ജനിപ്പാനും മരിപ്പാനും സംഗതി വരുന്നു. കായം, കർപ്പൂരം മുതലായ ഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിച്ച പാത്രത്തിൽ നിന്ന് പദാർത്ഥങ്ങൾ ഒഴിഞ്ഞാലും വാസന പാത്രത്തിൽ ഉള്ളതുപോലെ ഈ പ്രവൃത്തി മാർഗത്തിൽ ഏർപ്പെട്ടവരുടെ കർമ്മവാസന നശിക്കുന്നതേയില്ല. തത്ര ഗതോ ദംശം അശകസമാപസതൈർമനുജൈഃ ശലഭശകുന്ത തസ്കര മൂഷകാദി ബിരുപരുദ്ധ്യമാന ബഹിപ്രാണഃ ക്വചിത് പരിവർത്തമാനോസ്മിന്നധ്വന്യവിദ്യാ കാമകർമ്മ ബിരുപരക്തമനസാനുപപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരമുപപന്നമിതി മിഥ്യാദൃഷ്ടിരനുപശ്യതി. കാട്ടിൽ കൊതുക്കൾ, ഈച്ചകൾ മുതലായവയുടെ ഉപദ്രവമുണ്ടെന്ന് പറഞ്ഞതിനെ സ്പഷ്ടമാക്കുന്നു. പ്രവൃത്തിമാർഗമാകുന്ന കാട്ടിൽ നീചന്മാരായ മനുഷ്യർ തന്നെ കാട്ടീച്ചകൾ, കൊതുകുകൾ മുതലായവ, കള്ളന്മാർ തന്നെ എലി മുതലായ പ്രാണികൾ, പുറമേയുള്ള പ്രാണനെന്ന് വിചാരിക്കപ്പെടുന്ന ധനത്തെ ഇവർ അപഹരിച്ച് ഉപദ്രവിക്കുന്നു. ഈ മാർഗത്തിൽ ചുറ്റിത്തിരിയുന്ന ജീവൻ മനുഷ്യലോകത്തിൽ ജനിക്കുന്നു. അജ്ഞാനത്തിൻ്റെ ഫലമായ കാമകർമ്മങ്ങൾ നിമിത്തം മനുഷ്യലോകഭോഗങ്ങളിൽ ആസക്തി ജനിക്കുന്നു. ക്ഷണഭങ്കുരമായ ഭോഗത്തിലുള്ള ആഗ്രഹത്താൽ ഈ ലോകം സർവസുഖാസ്പദമാണെന്ന് വെറുതെ അഭിമാനിക്കുന്നു. ഇതുതന്നെ ഗന്ധർവ നഗരപ്രാപ്തി എന്ന് വർണ്ണിച്ചത്. തത്ര ക്വചിദാതബോധകനിഭാൻ വിഷയാനുപധാവതി പാനഭോജന വ്യവായാദിവ്യസന ലോലുഭഃ. അവിടെ കുടിപ്പാനും ഭുജിപ്പാനും സ്ത്രീസുഖം അനുഭവിപ്പാനും ആഗ്രഹം അധികരിച്ചവനായിട്ട് മരുമരീചിക പോലെ ആഭാസമാത്രങ്ങളായ വിഷയങ്ങളെ അന്വേഷിച്ച് നാലു ഭാഗത്തും ചുറ്റിത്തിരിഞ്ഞലയുന്നു. ഇതിനെയാണ് ഗന്ധർവ നഗരത്തിൽ സുഖവസ്തുക്കളെ കാണുന്നു എന്ന് വർണ്ണിച്ചത്. ക്വചിച്ചാശേഷ ദോഷനിഷദനം പുരീഷവിശേഷം തദ്വർണ്ണ ഗുണനിർമ്മിതമതി സുവർണമുപാതിൽ സത്യഗ്നികാമകാതര ഇവോൽമുഖ പിശാചം. സകല ദോഷങ്ങളുടെയും ആവാസസ്ഥാനമായതും അഗ്നിയുടെ പുരീഷം എന്നു പ്രസിദ്ധമായിരിക്കുന്നതുമായ സ്വർണത്തെ രജോ ഗുണത്താൽ വിക്ഷിപ്തചിത്തനായിട്ട് സമ്പാദിപ്പാൻ ഇച്ഛിക്കുന്നു. കാട്ടിൽ സഞ്ചരിക്കുന്നവൻ ശീതബാധ തീർക്കുവാൻ ആഗ്രഹിച്ചിട്ട് അഗ്നിയെ അന്വേഷിക്കുമ്പോൾ അഗ്നിയുടെ നിറത്തിലുള്ള കൊള്ളിമീൻ എന്ന് പറയപ്പെടുന്ന പിശാച് കാട്ടിൽ അങ്ങുമിങ്ങും അലയുന്നത് കണ്ടിട്ട് അഗ്നി എന്നു വിചാരത്താൽ പിടിപ്പാൻ ശ്രമിക്കുന്നു. കിട്ടുകയില്ല. അഥവാ കിട്ടിയെങ്കിൽ പിശാച് പിടിച്ചു തിന്നുകയും ചെയ്യും. ഇതുപോലെ സ്വർണത്തെ ന്യായമായോ അന്യായമായോ സമ്പാദിപ്പാൻ പരിശ്രമിക്കും, കിട്ടുകയില്ല. അഥവാ ലഭിച്ചാൽ അതുനിമിത്തം കലഹവും ശത്രുതയുമല്ലാതെ സുഖം സിദ്ധിക്കയില്ല എന്നു കാണിപ്പാനാണ് അഗ്നിവർണ്ണമുള്ള പിശാചിൻ്റെ പിന്നാലെ നടക്കും എന്ന് വർണ്ണിച്ചത്. അത കഥാചിന്നിവാസ പാനീയ ദ്രവിണാദ്യനേകാത്മോപജീവനാഭിനിവേശ ഏതസ്യാം സംസാരാടവ്യാമിതസ്തതഃ പരിതാവതി. ചിലപ്പോൾ ശരീരനിർവഹണത്തിനാവശ്യമായ ഗൃഹം, ജലാദി സമുചിത സാധനം, ധനം മുതലായ പല പദാർത്ഥങ്ങളിൽ താൽപ്പര്യത്തോടുകൂടി ഈ സംസാരാരണ്യത്തിൽ നിയമമില്ലാതെ നാലു ഭാഗത്തും സഞ്ചരിക്കും. ഭഗവത് പാദപത്മത്തെ സ്മരിക്ക പോലുമില്ല എന്നു കാണിപ്പാനാണ് സമ്പാദിപ്പാനായി സഞ്ചരിച്ച കാട്ടിൽ അകപ്പെടും എന്ന് വർണ്ണിച്ചത്. ക്വചിച്ച വാത്യോപമ്യയ പ്രമദയാരോഹമാരോപിതസ്തത്കാലരജസ രജനീഭൂത ഇവാ സാധു മര്യാദോ രജസ്വലാക്ഷോഭി ദിഗ്ദേവത അതിരജസ്വലമതിർന വിജാനാതി. ചുഴലിൽ കാറ്റിൽ അകപ്പെട്ട് കണ്ണു കാണാതെ ചുറ്റിത്തിരിയും എന്ന് വർണ്ണിച്ചതിൻ്റെ സാരം പറയുന്നു. ചിലപ്പോൾ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട തൃണാദികളെ ചുറ്റിക്കുന്ന മട്ടിൽ പുരുഷന്മാരെ വട്ടം ചുറ്റിക്കുന്നതിന് സാമർഥ്യമുള്ള സ്ത്രീകളെ ചുഴലിക്കാറ്റിനോട് സാദൃശ്യപ്പെടുത്തി. അവർ അനുരാഗഭാവത്താൽ മടിയിലിരുത്തി ലാളിക്കും. ആ സമയം അവരിലുള്ള അനുരാഗത്തിൽ മുങ്ങുക നിമിത്തം
അന്ധകാരത്തിൽ അകപ്പെട്ടവനെന്ന പോലെ വേദത്താൽ നിശ്ചയിക്കപ്പെട്ട മര്യാദകളെ അതിക്രമിക്കും. കാറ്റിൽ പറക്കുന്ന ധൂളികൾ കണ്ണിലടയുമ്പോൾ കണ്ണു കാണാതാകുന്ന വിധത്തിൽ രാഗാന്തത നിമിത്തം കർമ്മസാക്ഷികളായ ദിഗ്ദേവതകളെ കൂടി അറിയാതെ മര്യാദ തെറ്റി എന്തും പ്രവർത്തിക്കും. രജോഗുണം അധികമാകുമ്പോൾ സംഭവിക്കുന്ന ബുദ്ധിഭ്രമങ്ങൾ ഈ തരത്തിലാണ് എന്നു കാണിപ്പാനാണ് ചുഴലിൽ കാറ്റിൽ അകപ്പെട്ടു കണ്ണു കാണാതെ വട്ടം ചുറ്റുമെന്ന് വർണ്ണിച്ചത്. ക്വചിത് സഹൃദവഗത വിഷയവൈദഗ്ധ്യഃ സ്വയം പരാഭിധ്യാനേന വിഭ്രംശിത സ്മൃതിസ്ത ഏവ മരീചിതോയ പ്രായാംസ്ഥാനേവാഭിധാവതി. മരുമരീചികയെ വിവരിക്കുന്നു. വിഷയങ്ങളിൽ നിന്ന് പരമാർത്ഥ സുഖം സിദ്ധിക്കയില്ല, ദുഃഖമുണ്ടാകുകയും ചെയ്യും. അവ മിഥ്യാവസ്തുക്കളാണെന്ന് അറിഞ്ഞിരുന്നിട്ടും ദേഹാത്മഭാവനയുടെ ശക്തി നിമിത്തം ആനന്ദസ്വരൂപനായ ആ ആത്മാവിനെ മറന്നുകളയും. വിഷയങ്ങൾ ദുഃഖാസ്പദങ്ങളാണെന്ന് അറിഞ്ഞിരുന്നിട്ടും ആ ഓർമ്മ കൂടാതെ മരുമരീചിക എന്ന പോലെ സുഖാഭാസങ്ങളായ ആ വിഷയങ്ങളെ തന്നെ ആഗ്രഹിച്ചും കൊണ്ട് പിന്നെയും പരിഭ്രമിക്കുന്നു എന്ന സംഗതിയെ മരുമരീചികയിൽ പ്രവേശിച്ച് ദാഹം തീർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വർണ്ണിച്ചു. ക്വചിത് ഉലൂക ജില്ലീസന വദതി പരുഷരഭസാഡോപം പ്രത്യക്ഷം പരോക്ഷം വാ രിപുരാജകുല നിർബത്സിതേനാദി വ്യതിത കർണമൂലഹൃദയ. കാണപ്പെടാത്തതായ ജില്ലികളുടെ ശബ്ദം എന്ന് വർണ്ണിച്ചതിനെ വിവരിക്കുന്നു. ചിലപ്പോൾ ശത്രുക്കളും രാജപുരുഷന്മാരും പ്രത്യക്ഷമായും പരോക്ഷമായും അതികഠിനമായും ക്രോധത്തോടുകൂടിയും ആക്ഷേപിക്കുന്നത് കേൾക്കുമ്പോൾ കർണരന്ധ്രവും ഹൃദയവും ഒരുപോലെ ക്ഷോഭിക്കുമെന്നതിനെ കാണിപ്പാനാണ് കൂമന്മാർ ജില്ലികൾ ഇവയുടെ ശബ്ദം കേട്ട് ഭയപ്പെടും എന്ന് വർണ്ണിച്ചത്. സ യഥാ ദുഗ്ധപൂർവ സുഹൃദസ്തഥാ കാരസ്കാരകാതുണ്ടാദ്യ പുണ്യദ്രുമലതാ വിഷോദപാന വധുഭയാർത്ഥശൂന്യ ദ്രവിണാൻ ജീവൻ മൃതാൻ സ്വയം ജീവൻ മ്രിയമാണ ഉപധാവതി. ഔപുണ്യവൃക്ഷങ്ങളെ ആശ്രയിക്കും എന്ന് വർണ്ണിച്ചതിൻ്റെ സാരം സ്പഷ്ടമാക്കുന്നു. സ്വപുണ്യബലം അനുഭവിച്ചു കഴിയുന്ന സമയം കാഞ്ഞിരം, കാട്ടകിൽ മുതലായ കൊള്ളരുതാത്ത വിഷവൃക്ഷങ്ങളുടെയും വല്ലികളുടെയും ബലങ്ങളെയും വിഷമുള്ള രസത്തെയും എന്ന പോലെ അവൻ ഉപഭോഗയോഗ്യങ്ങളല്ലാത്ത ധനാദികളെ ഇഹത്തിലും പരത്തിലും ഉപകരിക്കാത്ത വിധത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലുബ്ധന്മാരായ ജനങ്ങളെ ആശ്രയിക്കുന്നു. ധനാദികളുടെ ഉപയോഗമറിയാത്ത അവരും അവരെ ആശ്രയിക്കുന്ന ഇവനും ഒരുപോലെ വിവേകഹീനന്മാരായതുകൊണ്ട് ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചവർക്ക് തുല്യം തന്നെ എന്നു ധരിപ്പിക്കുവാൻ അപുണ്യവൃക്ഷങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ഏകദാ സത്പ്രസംഗാ നികൃതമതിർവ്യൂതക സ്രോതഃ സ്ഖലനവധുഭയദോപി ദുഃഖദം പാകണ്ഡമഭിയാതി. വെള്ളമില്ലാത്ത കിണറ്റിൽ വീഴുമെന്ന് വർണ്ണിച്ചതിൻ്റെ സാരം. ചിലപ്പോൾ അസജ്ജനങ്ങളുടെ സംസർഗം നിമിത്തം ബുദ്ധി ദുഷിക്കും. അപ്പോൾ ഇഹലോകത്തിലും പരലോകത്തിലും ദുഃഖപ്രദമായ പാകണ്ഡമതത്തെ അവലംബിക്കും. അപ്പോൾ വെള്ളമില്ലാത്ത നദികളിലെ കുഴിയിൽ വീഴുന്നതുകൊണ്ട് പെട്ടെന്ന് മുറിവേൽക്കുകയും തുടർച്ചയായി ദുഃഖമനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നതുപോലെ ഉഭയലോക ഭ്രഷ്ടനായി ഭവിക്കും എന്ന് സൂചിപ്പിച്ചതാകുന്നു. യഥാതു പരബാധയാന്ത ആത്മനേ നോപനമതി തഥാഹി പിതൃപുത്ര ബർഹിഷ്മിത പിതൃപുത്രാൻ വാ സകലു ഭക്ഷയതി. പരസ്പരം ഭക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം. ശത്രുബാധയാലോ പാപബലത്താലോ അന്നാദി പദാർത്ഥങ്ങൾ കിട്ടാതെയാകുമ്പോൾ അച്ഛനമ്മമാരുടെയോ മക്കളുടെയോ എത്രയും സാരമില്ലാത്ത സാധനങ്ങളെയും അവരെ തന്നെയും ഭക്ഷിപ്പാൻ ആഗ്രഹിക്കും. അന്നാദി പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ അത്രത്തോളം അന്ധത ബാധിക്കുമെന്ന് സൂചിപ്പിച്ചതാകുന്നു. ക്വചിദാസാദ്യ ഗൃഹം ദാവവത് പ്രിയാർത്ഥ വിദുരമസുഗോദർക്കം ശോകാഗ്നിന ദഹ്യമാനോ വൃശം നിർവേദമുപഗച്ഛതി. കാട്ടുതീയിൽ അകപ്പെടുന്നു എന്നതിൻ്റെ സാരം. ചിലപ്പോൾ കാട്ടുതീ എന്ന പോലെ ക്ലേശിപ്പിക്കുന്നതും ഇഷ്ടവസ്തുക്കൾ ഒന്നുമില്ലാത്തതും മേൽക്കുമേൽ ദുഃഖിപ്പിക്കുന്നതുമായ ഗൃഹത്തിൽ പ്രവേശിച്ച് ദുഃഖാഗ്നിയാൽ ദഹിപ്പിക്കപ്പെടുന്നവനായിട്ട് ഗൃഹാശ്രമപ്രവേശം വേണ്ടിയിരുന്നില്ല എന്നുള്ള നിർവേദത്തെ പ്രാപിക്കും. സുഖബുദ്ധ്യ സ്വീകരിച്ച ഗൃഹസ്ഥാശ്രമം ദുഃഖാവാസമാണെന്നറിയുമ്പോൾ കാട്ടുതീയിൽ ചാടിയവന് തുല്യം ദുഃഖിക്കും എന്നു സാരം. ക്വചിത് കാല വിഷമിത രാജകുലരക്ഷസാബഹൃത പ്രിയതമ ധനാസു പ്രമൃതക ഇവ വിഗതജീവലക്ഷണ ആസ്തേ. യക്ഷന്മാർ പ്രാണനെ അപഹരിക്കും എന്ന് പറഞ്ഞതിലടങ്ങിയ സാരത്തെ വ്യാഖ്യാനിക്കുന്നു. ചിലപ്പോൾ കാലദോഷത്താൽ പ്രതികൂല ഭാവത്തെ പ്രാപിച്ചിരിക്കുന്ന രാജകുലമാകുന്ന രാക്ഷസൻ അതിപ്രിയമായ ധനത്തെയും പ്രാണനെയും അപഹരിക്കുമ്പോൾ
ജീവലക്ഷണമായ സന്തോഷാദിഭാവങ്ങളൊന്നും കൂടാതെ മരിച്ചവന് തുല്യമായിട്ട് ജീവിച്ചിരിക്കും. കഥാചിൻ മനോരഥോപഗത പിതൃപിതാമഹാദ്യ സതിഥി സ്വപ്ന നിർവൃതി ലക്ഷണം അനുഭവതി. ഗന്ധർവപുരം പ്രാപിക്കും എന്ന് പറഞ്ഞതിൻ്റെ സാരം. ചിലപ്പോൾ പിതൃപിതാമഹാദികളെക്കുറിച്ച് മനോരഥമുണ്ടാകും. വാസ്തവത്തിൽ ഇല്ലാത്തതായ പല സംഗതികളെയും ഭാവിച്ചിട്ട് യഥാർത്ഥത്തിൽ ആവക സുഖങ്ങളെ അനുഭവിക്കുന്നത് പോലെ സ്വപ്നപ്രായമായ ആനന്ദത്തെ അനുഭവിക്കും. ക്വചിത് ഗൃഹാശ്രമ കർമ്മ ചോദനാദിപരഗിരി മാരുരുക്ഷമാണോ ലോകവ്യസന കർഷിതമനാഹ കണ്ടക ശർക്കരാക്ഷേത്രം പ്രവിശന്നിവാസീദതി. ചിലപ്പോൾ പർവ്വതം കയറിക്കടക്കുവാൻ ആഗ്രഹിച്ച് കഷ്ടത്തിലകപ്പെടും എന്നതിൻ്റെ സാരം. ചിലപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ നടത്തേണ്ടതായ മഹാകർമ്മങ്ങളെ വേദം വിധിച്ചിരിക്കുന്നതിനനുസരിച്ച് മുഴുവനും നടത്തണമെന്നുള്ള ആഗ്രഹമാകുന്ന പർവ്വതത്തെ കടക്കുവാൻ പരിശ്രമിക്കും. ആവിധം പ്രവർത്തിക്കുമ്പോൾ ലോകത്തിലുള്ളവർ പുകഴ്ത്തും. ആവക യോഗ്യതകളെ അനുഭവിക്കണമെന്നുള്ള അഭിമാനം നിമിത്തം ആവക കർമ്മങ്ങളെ നിർവഹിപ്പാൻ ആവശ്യമുള്ള ധനാദികളെ കടം വാങ്ങി ചെലവ് ചെയ്യും. കടക്കാരുടെ ഉപദ്രവം നിമിത്തം മുള്ളിലും കല്ലിലും സഞ്ചരിക്കുന്നവനെന്ന മട്ടിൽ വളരെ തളരും. ക്വചിച്ച ദുസ്സഹേന കായാഭ്യന്തര വന്യന ഗൃഹീതസാര സ്വകുടുംബായ ക്രുദ്രുതി. കാട്ടുതീയിൽ അകപ്പെട്ടു വലയും എന്നതിൻ്റെ സാരം. ചിലപ്പോൾ ജഡരാഗ്നിയാൽ ബാധിക്കപ്പെട്ടു സഹിക്കവയ്യാതെയാകുമ്പോൾ ഭാര്യാപുത്രാദികളുടെ നേരെ ക്രോധിക്കും. സയേവ പുനർനിദ്രാജഗര ഗൃഹീതോന്തേ തമസി മഗ്ന ശൂന്യാരണ്യ ഇവ ശേതേ നാന്യത് കിഞ്ചന വേദ ശവ ഇവാപവിദ്ധഃ. മലമ്പാമ്പിൻ്റെ വായിൽ അകപ്പെടും എന്നതിൻ്റെ സാരം. ജാഗ്രത അവസ്ഥയിൽ പലവിധ വ്യാപാരങ്ങൾ നിമിത്തം ക്ഷീണിച്ചിരിക്കുന്ന ഗൃഹസ്ഥൻ നിദ്രയാകുന്ന മലമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട് കാട്ടിലെറിഞ്ഞ ശവമെന്ന പോലെ ഒന്നും അറിയാതെ കിടക്കും. കഥാചിത് ഭഗ്നമാനദംഷ്ട്രോ ദുർജനദന്തശൂകൈര ലബ്ധനിദ്രാക്ഷണോ വ്യതിതഹൃദയേനാനുക്ഷീയമാണ വിജ്ഞാനോന്തകൂപേന്തവത് പതതി. ചിലപ്പോൾ വിഷജന്തുക്കളുടെ കടിയേറ്റ് വീഴും എന്നതിൻ്റെ വിവരണം. ചിലപ്പോൾ ദുർജനങ്ങളാകുന്ന തേൾ മുതലായ വിഷജന്തുക്കൾ നിമിത്തം അഭിമാനമാകുന്ന പല്ലിന് കേടുതട്ടും. അതോർത്തുണ്ടാകുന്ന മനോദുഃഖത്താൽ നിദ്രാസുഖം കൂടെ ലഭിക്കാതെയാകും. മനോദുഃഖം നിമിത്തം വിവേകം ക്രമത്തിൽ നശിക്കും. കണ്ണു കാണാത്ത ഒരുവൻ വെള്ളമില്ലാത്ത കിണറ്റിൽ വീഴുന്നതുപോലെ മഹാമോഹത്തിൽ മുങ്ങി കര കാണാതെയും വലയും. കർഹിസ്മചിത് കാമമതുലവാൻ വിജിന്വൻ യഥാ പരധാര പരദ്രവ്യാണ്യവരുന്താനോ രാജ്ഞ സ്വാമിഭിർവാ നിഹതഃ പതത്യപാരേ നിരയെ. കാട്ടിൽ തേൻ മുതലായവയെ ആഗ്രഹിച്ച് പണിപ്പെട്ടു കുഴങ്ങും എന്ന് പറഞ്ഞതിൻ്റെ സാരം. ചിലപ്പോൾ കാമാധീനനായിട്ട് നിസ്സാര സുഖങ്ങളെ ആഗ്രഹിക്കും. പരസ്ത്രീകളെയും പരദ്രവ്യങ്ങളെയും സ്വാധീനപ്പെടുത്തുവാൻ യത്നിക്കും. അപ്പോൾ ആ മുതലിൻ്റെ ഉടമസ്ഥനോ രാജാവോ ദണ്ഡിക്കും. അതുനിമിത്തം അപാര സങ്കടത്തിലകപ്പെടും. ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടതായോ മറ്റോ വരുമെന്നു സാരം. അധജ തസ്മാദുഭയതാഭീഹി കർമാസ്മിന്നാത്മനഃ സംസാരാപവനമുദാഹരന്തി. ഇത്രയും വ്യാഖ്യാനിച്ചതിൻ്റെ ശേഷം പ്രകൃതവശാൽ കർമ്മമാർഗത്തിലെ ബലം പറയുന്നു. അതുകൊണ്ട് ഈ പ്രവൃത്തി മാർഗത്തിലേർപ്പെട്ട ഒരുവൻ്റെ കർമ്മം ഇഹത്തിലും പരത്തിലും സുഖദുഃഖ രൂപങ്ങളായ ഭോഗങ്ങൾക്ക് കാരണമായിരിക്കുന്നതിനാൽ സംസാരോപരിധി ഉണ്ടാവുന്നില്ല എന്ന് അറിവുള്ളവർ നിശ്ചയിച്ചിരിക്കുന്നു. മുക്തസ്തതോ യതി ബദ്ധ ദേവദത്ത ഉപാചിനത്തി തസ്മാദപി വിഷ്ണുമിത്ര ഇത്യനവസ്ഥിതി. പരധാരാപരധനാദികളെ അപഹരിപ്പാനുള്ള പരിശ്രമത്തിൽ മാനഹാനി നേരിടാതെ സ്വാമിയെയും രാജാവിനെയും തോൽപ്പിച്ചും അറിയിക്കാതെയും കൈവശപ്പെടുത്തുകയോ ജയിലിൽ നിന്ന് വിട്ടുവരികയോ ചെയ്താൽ തന്നെ അവനിൽ നിന്ന് ആ സുഖസാധനങ്ങളെ ദേവദത്തൻ ഏതോ പേരുള്ള മറ്റൊരുവൻ അപഹരിക്കും. അവനിൽ നിന്ന് വിഷ്ണുമിത്രൻ അപഹരിക്കും. ഇങ്ങനെ അപഹരണം പരമ്പരയായി ഉണ്ടാവുന്നതല്ലാതെ ഒരുവനും ആ സാധനങ്ങൾ കൊണ്ട് സുഖാനുഭവം ഉണ്ടാകുകയില്ല നിശ്ചയം. ക്വചിച്ച ശീതവാതാദ്യനേകാദി ദൈവിക ഭൗതികാത്മീയാനാം ദശാനാം പ്രതിനിവാരണേ കൽപ്പോ ദുരന്തചിന്തയാ വിഷണ്ണ ആസ്തേ. കാട്ടിലുള്ള തണുപ്പും ചൂടും സഹിക്കവയ്യാതെ വ്യസനിക്കും എന്നതിൻ്റെ സാരം. ചിലപ്പോൾ കാറ്റും തണുപ്പും അസഹ്യമായിരിക്കും പോലെ അനേകവിധങ്ങളായ ദുഃഖങ്ങൾ ആദിദൈവികം ആദിഭൗതികം ആധ്യാത്മികം എന്നിങ്ങനെ ഓരോന്നായി ബാധിക്കുന്ന കഷ്ടാവസ്ഥകളെ തടുക്കുവാൻ വഴി കാണാതെ ദുരന്ത ചിന്ത നിമിത്തം വിഷണ്ണനായിരിക്കും. ക്വചിന്മിതോ വ്യവഹരൻ യത് കിഞ്ചിത് ധനം അന്യേഭ്യോ
വാ കാകിണി കാമാത്രമപ്യ അപഹരൻ യത് കിഞ്ചിദ്വാ വിദ്വേഷമേതി വിത്തശാഠ്യാത്. അന്യോന്യം വ്യവഹാരത്താൽ നശിക്കും എന്നതിൻ്റെ സാരം. ചിലപ്പോൾ ലോകത്തിൽ അന്യരുമായിട്ട് കൊള്ള കൊടുക്കൽ നടത്തുന്ന സമയം അന്യരിൽ നിന്ന് എത്രയോ നിസ്സാരമായ വല്ല മുതലും ലോപനിമിത്തം അപഹരിക്കും. അതുനിമിത്തം കടുത്ത വൈരത്തിനിടയാകും. അധ്വന്യമുഷ്മിന്നിമ ഉപസർഗസ്തഥാ സുഖദുഃഖ രാഗദ്വേഷ ഭയാഭിമാന പ്രമാദോന്മാദ ശോകമോഹലോഭ മാത്സര്യേഷ്യാവമാന ക്ഷുത്പിപാസാദി വ്യാധി ജന്മജരാമരണാദയ. ഈ പ്രവൃത്തിമാർഗത്തിൽ ഇപ്രകാരമുള്ള അനേകം ദോഷങ്ങളുള്ളതുകൂടാതെ സുഖം, ദുഃഖം, രാഗം, ദ്വേഷം, ഭയം, അഭിമാനം, പ്രമാദം, ഉന്മാദം, ശോകം, മോഹം, ലോഭം, മാത്സര്യം, ഈർഷ്യ, അവമാനം, വിശപ്പ്, ദാഹം ആദി വ്യാധി, ജനനം, മരണം മുതലായ വിപത്തുകൾ അനേകം. ക്വാപി ദേവമായയാ സ്ത്രീയാ ഭൂജലതോപഗൂഢഃ പ്രസ്കന്ന വിവേകവിജ്ഞാനോ യദ്വിഹാരഗൃഹാരംഭാകുല ഹൃദയസ്തദാശ്രയാവസക്ത സുതദുഹൃദൃ കളത്രഭാഷിതാവലോക വിജേഷ്ടിതാപഹൃത ഹൃദയ ആത്മാനമജിതാത്മാ പാരേന്ദ തമസി പ്രഹിണോതി. ചില ദിക്കിൽ അത്യാസക്തി നിമിത്തം ദുഃഖിക്കുമെന്നതിൻ്റെ വിവരണം. ചിലപ്പോൾ ഈശ്വരൻ്റെ മായാരൂപിണിയായ സ്ത്രീയുടെ ഭുജലതയാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനാകുമ്പോൾ വിവേകഹീനനായിട്ട് അവളോടുകൂടി രമിപ്പാൻ വേണ്ടി ഗൃഹാധിസ്ഥാനങ്ങളെ നിർമ്മിക്കുവാൻ പരിശ്രമിച്ച് മനസ്സിന് സ്വാസ്ഥ്യമില്ലാതെ ഭവിക്കും. അവളുടെ വിലാസാദികളിൽ അത്യാസക്തനാകും. പുത്രന്മാർ, പുത്രികൾ, ഭാര്യ ഇവരുടെ സംഭാഷണം കേൾക്കുക, അവരെ കാണുക, അവരുടെ വ്യാപാരങ്ങളെ സൂക്ഷിച്ചു നോക്കി സന്തോഷിക്കുക എന്നിവയാൽ അപഹരിക്കപ്പെട്ട മനസ്സോടും വിവേകത്തോടും കൂടിയവനും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനുമായിട്ട് ആത്മാവിനെ മഹാനരകത്തിൽ പതിപ്പിക്കുന്നു. കഥാചീദീശ്വരസ്യ ഭഗവതോ വിഷ്ണോശ്ചക്രാത് പരമാണ്വാദിപരാർദ്ധാപവർഗ കാലോപലക്ഷണാത് പരിവർത്തിതേന വയസാ രംഹസ ഹരത ആബ്രഹ്മ തൃണസ്തംഭാദീനാം ഭൂതാനാം അനിമിഷതോ മിഷതാം വിത്രസ്തഹൃദയസ്ഥ മേവേശ്വരം കാലചക്രനിജായുധം സാക്ഷാത് ഭഗവന്തം യത്നപുരുഷമനാദൃത്യ പാഖണ്ഡദേവതാഃ കങ്കഗൃദ്രഭഗവടപ്രായ ആര്യസമയ പരിഹൃതാഃ സാങ്കേത്യേനാവിദത്തേ. ചിലപ്പോൾ ഹരിചക്രത്തിൽ നിന്ന് ഭയപ്പെടും എന്ന് വർണ്ണിച്ചതിൻ്റെ സാരം. എല്ലാം ചെയ്യുവാൻ സമർത്ഥനും ജ്ഞാനാദികളായ 6 ഗുണങ്ങളാൽ പരിപൂർണനും സർവത്ര വ്യാപിച്ചവനുമായ ഭഗവാന്റെ പരമാണു മുതൽ ദിപരാർദ്ധാവസാനം വരെയുള്ള കാലമാകുന്ന ലക്ഷണത്തോടുകൂടിയ ചക്രത്തിൻ്റെ ശക്തിയോടുകൂടിയ പരിഭ്രമണത്താൽ സംഭവിക്കുന്ന ബാല്യ യൗവന വാർദ്ധക്യാവസ്ഥ വിശേഷങ്ങളാൽ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സ്ഥാവരജംഗമങ്ങളുടെ ആയുസ്സിനെ അപഹരിക്കുന്ന ആ കാലത്തിൽ നിന്ന് ഭയപ്പെട്ട് കഴുക്കൾ, കാക്കകൾ, കൊറ്റികൾ മുതലായ ദുർബലന്മാരെ സിംഹത്തിൽ നിന്ന് ഭയപ്പെട്ടവൻ ആശ്രയിക്കുന്നതുപോലെ മനകൽപ്പിതങ്ങളായ പാഖണ്ഡദേവതകളെ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് രക്ഷ കിട്ടുകയില്ല. യത്നാദി കർമ്മങ്ങളുടെ ബലദാതാവും കാലചക്രമാകുന്ന ആയുധത്തോട് കൂടിയവനുമായ സാക്ഷാൽ ഭഗവാനെ ശരണം പ്രാപിച്ചിരുന്നാൽ ബലം ലഭിക്കുമായിരുന്നു. ആ വിധം ചെയ്യാതെ വേദവിരുദ്ധവും മൂലപ്രമാണരഹിതവുമായ കൽപ്പിത ദേവതകളെ ആശ്രയിക്കുന്നതിനാൽ ഭയം മൂലത്തോടുകൂടി നശിക്കുന്നില്ല. കാലചക്ര ഗതിവേഗത്തെ എല്ലാവരും ശരിക്ക് കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ മതിയായ മാർഗം കാണാതെ പാഖണ്ഡമതത്തെ സ്വീകരിക്കുന്നതുകൊണ്ട് ആത്മനാശം തന്നെ ബലം, സംസാരഭീതി നശിക്കുന്നില്ല. യഥാ പാഖണ്ഡഭിരാത്മവഞ്ചിതൈസ്തൈരുരു വഞ്ചിതോ ബ്രഹ്മകുലം സമാവസംസ്തേഷാം ശീലം ഉപനയനാദിശ്രൗതസ്മാർത്ഥ കർമാനുഷ്ഠാനേന ഭഗവതോ യത്നപുരുഷസ്യാരാധനമേവ തദരോജയൻ ശൂദ്രകുലം ഭജതേ നിഗമാചാരേ ശുദ്ധിതോ യസ്യ മിഥുനീ ഭാവഃ കുടുംബഭരണം യഥാ വാനരജാതേഹേ. ആത്മസ്വരൂപം അറിയാതിരിക്കുന്ന ആത്മവഞ്ചകന്മാരായ പാഖണ്ഡികളാൽ വഞ്ചിക്കപ്പെട്ടുവെന്നറിയുന്ന സമയം ബ്രാഹ്മണകുലത്തിൽ ചേർന്ന് വസിക്കും. വേദത്തിലും സ്മൃതികളിലും നിശ്ചയിച്ച കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മബലദാതാവായ ഭഗവാന്റെ ആരാധനാരൂപമായ അവരുടെ കർമാനുഷ്ഠാന സ്വഭാവം അന്ധഃകരണ ശുദ്ധി ഇല്ലായ്മ നിമിത്തം രുചിക്കാതെയാവുമ്പോൾ ശൂദ്രസമുദായത്തെ ശ്രേഷ്ഠമെന്നു കരുതി ആശ്രയിക്കുന്നു. വേദോക്ത കർമാനുഷ്ഠാനത്തിന് മതിയായ ശുദ്ധിയില്ലാത്ത അവരാകട്ടെ വാനരന്മാരെ പോലെ കേവലം ആഹാര ഭയ മൈഥുനാദികളിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരാകയാൽ
ഇവരോടുള്ള ചേർച്ച ശ്രേയസ്കരമായി വരുന്നതല്ല. തത്രാപി നിരവരോധഃ സ്വൈരേണ വിഹരന്നതികൃപണബുദ്ധിരന്യോന്യമുഖനിരീക്ഷണാദിന ഗ്രാമ്യകർമ്മണൈവ വിസ്മൃതകാലാവധിഃ. വാനര സമ്പ്രദായത്തെ വിവരിക്കുന്നു. ശൂദ്രസമുദായത്തിലും ശാസ്ത്രമര്യാദകളെ അതിക്രമിച്ച് സ്വേച്ഛാനുസരണം ക്രീഡിക്കുന്നു. വിഷയഭോഗങ്ങളിൽ അതിതൃഷ്ണയോടുകൂടി സ്ത്രീ പുരുഷന്മാർ അന്യോന്യം മുഖത്തോടു മുഖം നോക്കിയും സംഭാഷണം ചെയ്തും നികൃഷ്ട സുഖശ്രദ്ധയോടുകൂടി തന്നെ കാലം കഴിക്കുന്നതിനാൽ മരണം ഉണ്ടെന്നുള്ള വിചാരവും കൂടി ഇല്ലാതാകുന്നു. ആയുസ് വ്യർത്ഥമായി കഴിക്കുന്നു. അതിനാൽ ആ നിലയിലും സംസാര ഭയനിവൃത്തിക്ക് അവകാശമില്ല. ക്വചിത് ദ്രുമവദൈഹികാർത്ഥേഷു ഗൃഹേഷു രംസ്യൻ യഥാ വാനരഃ സുതധാരവത്സലോ വ്യവായക്ഷണഃ. രക്ഷയ്ക്കായി വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുന്നു. ഇഹലോക വിഷയസുഖങ്ങളെ പ്രധാനമായി കരുതിയിരിക്കുന്നവർ ഗൃഹങ്ങളിൽ കുരങ്ങന്മാർ മരങ്ങളിലെന്ന പോലെ അതിതാൽപര്യത്തോടുകൂടി രമിക്കുന്നു. ഭാര്യ പുത്രാദികളിൽ അത്യാസക്തി നിമിത്തം അവരോട് ചേർന്ന് സുഖിക്കുന്നതിനെ തന്നെ മഹാഭാഗ്യം എന്നോർത്ത് കാലം കഴിക്കുന്നതിനാൽ ഭയനിവൃത്തിക്കായുള്ള പരിശ്രമം കൂടാതെ ആയുസ്സിനെ നിഷ്ഫലമാക്കുന്നു. ഏവം അധ്വന്യവരുന്ധാനോ മൃത്യുഗജ ഭയാത്തമസി ഗിരികന്ധരപ്രായേ. ആനയെ പേടിച്ചു പാഞ്ഞ് ഗിരിഗുഹയിൽ വീഴുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം. ഇപ്രകാരം സംസാരമാർഗത്തിൽ അകപ്പെട്ടവൻ മരണമാകുന്ന ആനയിൽ നിന്നും ഭയപ്പെട്ടവനായിട്ട് പർവ്വത ഗുഹകളെന്ന പോലെ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന അവിവേകത്തിൽ ചെന്ന് ചാടുന്നു. ഇരുളടഞ്ഞിരിക്കുന്ന പർവ്വത ഗുഹയ്ക്ക് തുല്യമാണ് ഗൃഹധർമ്മത്തെ ധരിപ്പിക്കുന്ന പ്രവൃത്തിമാർഗം എന്ന് സാരം. ക്വചിച്ചീതവാദാദ്യനേക ദൈവിക ഭൗതികാത്മീയാനാം ദുഃഖാനാം പ്രതിനിവാരണേ കൽപ്പോ ദുരന്ത വിഷയ വിഷണ്ണ ആസ്തേ. വാദവർഷാദി ബാധയേറ്റ് മോഹിക്കുന്നു എന്നതിൻ്റെ സാരം. തണുപ്പ്, കാറ്റ് എന്നിവ നിമിത്തം ഉണ്ടാകുന്ന ദുഃഖം ദൈവിക ദുഃഖം. കള്ളന്മാർ, ശത്രുക്കൾ മുതലായവർ നിമിത്തം നേരിടുന്നത് ഭൗതിക ദുഃഖം. രോഗാദികൾ നിമിത്തം അനുഭവമാകുന്നത് ആത്മീയ ദുഃഖം. ഈ മാതിരി ബഹുവിധ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുവാൻ അസമർത്ഥനായിട്ട് അവസാനം കാണാത്തതായ ചിന്തയിൽ മുങ്ങി സന്തോഷം ലേശമില്ലാതെയിരിക്കും. ക്വചിന്മിതോ വ്യവഹരൻ യത് കിഞ്ചിത് ധനമുപയാതി വിത്തശാഠ്യേന. ചിലപ്പോൾ അന്യോന്യം വ്യാപരിക്കുന്ന സമയത്തിൽ ധനാശനിമിത്തം പരന്മാരെ വഞ്ചിച്ച് നിസ്സാരമായ ചില വസ്തുക്കളെ സ്വാധീനപ്പെടുത്തുന്നു. ഇതുനിമിത്തവും പാപം അധികരിക്കുന്നതല്ലാതെ ഭയനിവൃത്തിക്ക് അവകാശമില്ല. ക്വചിത് ക്ഷീണധനഃ ശയ്യാസനാശനാദ്യുപഭോഗവിഹീനോ യാവത പ്രതിലബ്ധ മനോരഥോപഗതാദാനേ വസിതമതി സ്തതസ്തതോവമാനാദീനി ജനാദാഭിലഭതേ. ധനാദിഹീനത നിമിത്തം ക്ലേശിക്കുന്നു എന്നതിൻ്റെ സാരം. ചിലപ്പോൾ പ്രാരബ്ധവശാൽ ധനാദികൾ മുഴുവനും നശിക്കും. കിടപ്പാനും ഇരിപ്പാനും ഭക്ഷിപ്പാനും വേണ്ടുന്ന സമുചിത സാധനങ്ങളുടെ അഭാവം നിമിത്തം പരന്മാരോട് യാചിക്കും. അവരിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സാ നിശ്ചയിക്കും. ആ മനോരഥം നിഷ്ഫലമാകും. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ പരധനത്തെ സ്വാധീനമാക്കുവാൻ ഉത്സാഹിക്കും. അപ്പോൾ ഉടമസ്ഥരിൽ നിന്നും ബഹുജനങ്ങളിൽ നിന്നും അവമാനം, അകീർത്തി, താടനം മുതലായവ ലഭിക്കും. ഏവം വിത്ത വ്യതിഷംഗ വിവൃദ്ധ വൈരാനുബന്ധോവി പൂർവവാസനയാ മിത ഉദ്ദഹത്യതാപവഹതി. ഇപ്രകാരം ധനസംബന്ധം നിമിത്തം വൈരം ബലപ്പെട്ടിരിക്കെ ജന്മാന്തര വാസനയുടെ ശക്തിയാൽ അവരിൽ നിന്നു തന്നെ സ്ത്രീ പുരുഷന്മാരെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതായ വിവാഹബന്ധത്തിൽ ഏർപ്പെടും. എന്നാലും കാലത്താൽ വൈരം അധികരിച്ച് ആ വിവാഹാദി ബന്ധങ്ങളെ പരിത്യജിക്കുകയും ചെയ്യും. ഏതസ്മിൻ സംസാരാധ്വനി നാനാ ക്ലേശോപസർഗബാധിത ആപന്ന വിപന്നോ എത്ര യസ്തമൂഹ വാവേതരസ്തത്ര വിസൃജ്യ ജാതമുപാദായ ശോചൻ മുഹ്യൻ ബിഭ്യദ്ദിവദൻ ക്രന്ദൻ സംഹൃഷ്യൻ ഗായന്നഹ്യമാന സാധുവർജിതോ നൈവാവർത്തതേദ്യാഭി യത ആരബ്ധ ഏഷ നരലോകസാർത്തോ യമധ്വനഃ പാരം ഉപദിശന്തി. കാട്ടിൽ പ്രവേശിച്ച കച്ചവടക്കാരുടെ സംഘം ഒന്നും മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ സാരം. നാനാവിധങ്ങളായ ക്ലേശങ്ങളുടെ ബാധയോടുകൂടി ഈ സംസാരമാർഗത്തിൽ ഏതൊരുവൻ ഏതു സ്ഥാനത്തിൽ ആപത്തിൽ അകപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവോ അവനെ ഇതരൻ അവിടെ തന്നെ വിട്ടുകളയുന്നു. മരിച്ചവരെ സംസ്കരിക്കുന്നു. ആപത്തിൽ അകപ്പെട്ടവരെ വിട്ടുപോകുന്നു. ഉണ്ടായ സമ്പത്തിനെയോ സന്താനങ്ങളെയോ സ്വീകരിക്കുന്നു. മരിച്ചവരെക്കുറിച്ച് ഖേദിക്കുന്നു. ജനിച്ചിരിക്കുന്ന പുത്രാദികൾ തൻ്റെ സ്വന്തക്കാർ എന്നോർത്ത് മോഹിക്കുന്നു.
ഇവർക്കും മരണമോ കഷ്ടമോ നേരിടുമോ എന്നോർത്ത് ചിലപ്പോൾ ഭയപ്പെടും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ സന്തോഷിക്കും, ചിലപ്പോൾ പാട്ടുപാടും. ഭഗവൻ മായാവൈഭവത്താൽ സ്വാത്മചിന്തയിൽ ഏർപ്പെടുവാൻ മനസ്സു വരികയില്ല, ഭക്തജനങ്ങളെ ആശ്രയിക്കയില്ല. ഇങ്ങനെ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്ന ഈ മനുഷ്യലോകമാകുന്ന വണിക് സമൂഹം ആരിൽ നിന്ന് പുറപ്പെട്ടുവോ, ഏതൊരീശ്വരനിൽ നിന്ന് വന്നുവോ, ആ ഈശ്വരനാകുന്ന സംസാര മറുകരയെ പ്രാപിക്കുന്നില്ല. ഈശ്വരൻ തന്നെയാണ് സംസാരമാർഗത്തിൻ്റെ മറുകര എന്ന് മഹാന്മാർ ഉപദേശിക്കുന്നു. യദിദം യോഗാനുശാസനം നവ ഏതദവരുന്ധതേ യന്യസ്തദണ്ഡാ മുനയ ഉപശമശീല ഉപരത ആത്മാന സമവഗച്ഛന്തി. എന്തുകൊണ്ടാണ് സംസാരം അരുകരയെ പ്രാപിക്കാത്തതെന്നുള്ള ആകാംക്ഷയ്ക്ക് സമാധാനം. ഭക്തിമാർഗത്തെ അവലംബിക്കാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈശ്വരലാഭം ഉണ്ടാകാത്തത്. ബഹുജന്മ സുഹൃത പരിഭാഗത്താൽ തന്നെയേ ഭക്തി ജനിക്കുകയുള്ളൂ. പ്രാണിദ്രോഹത്തെ തീരെ ഉപേക്ഷിച്ചും ഈശ്വരതത്വത്തെ മനനം ചെയ്തും ശാന്തിയെ അഭ്യസിച്ചും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പ്രതിസംഹരിച്ചും കൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾ ഈശ്വരനെ പ്രയാസം കൂടാതെ അറിയുന്നു. ഈ അവസ്ഥ സിദ്ധിക്കുന്നത് തന്നെ പുണ്യകർമ്മ പരിഭാഗ ലക്ഷണം. യദപി ദിഗിബ ജൈനോ യജ്ജുനോ ഏവൈ രാജർഷയഃ കിന്തു പരം മൃദേ ശയീരന്നസ്യാമേവ മമേയമിതി കൃതവൈരാനുബന്ധായാം വിസൃജ്യ സ്വയമുപസംഹൃതാഃ. ദിഗ്ഗജങ്ങളെ ജയിച്ചവരും യാഗാദികർമ്മങ്ങളെ വേണ്ടവിധം അനുഷ്ഠിച്ചവരുമായ രാജർഷികൾ കൂടി ഈ സംസാരാരണ്യത്തിൻ്റെ മറുകര ചേരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ഈ ഭൂമി എൻ്റേതാണ് എന്ന് മത്സരിച്ച് ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്തും തങ്ങൾ തന്നെ അതിനെ ഉപേക്ഷിച്ചും യുദ്ധസ്ഥലത്തിൽ മരിച്ചു കിടക്കുന്നതല്ലാതെ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കുന്നതിനായി പരിശ്രമിക്കുന്നില്ല. കർമ്മവല്ലീമവലംബ്യ തത ആപദ കഥഞ്ചിന്നരകാത് വിമുക്തഃ പുനരപ്യേവം സംസാരാധ്വനി വർത്തമാനോ നരലോകസാർത്ഥമുപയാതി ഏവം ഉപരിഗതോപി. വല്ലിയെ ആശ്രയിച്ച് വസിക്കുന്നു എന്ന് വർണ്ണിച്ചതിൻ്റെ സാരം. പ്രാചീന കർമ്മബലത്താൽ ആപത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ പ്രയാസപ്പെട്ടു നിവർത്തിച്ചാലും പിന്നെയും സംസാരമാർഗത്തിൽ തന്നെ ഏർപ്പെടുകയും മനുഷ്യ സമുദായത്തോട് ചേരുകയും ചെയ്യുന്നു. ഉപരിലോകത്തെ പ്രാപിച്ചവരും അവരുടെ പുണ്യകർമ്മബലത്തെ സ്വർഗലോകത്തിൽ അനുഭവിച്ചതിൽ പിന്നെ അവശിഷ്ടമായ പ്രാരബ്ധകർമ്മം നിമിത്തം മനുഷ്യലോകത്തിൽ പിന്നെയും ജനിക്കുന്നു. സംസാരോപരിധി ഭവിക്കുന്നില്ല. പ്രാരബ്ധ കർമ്മവാസനയനുസരിച്ച് കർമ്മമാർഗത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. തസ്യേതമുപഗായന്തി ആർഷഭസ്യേഹ രാജർഷേർ മനസാഭി മഹാത്മനഃ നാനുവത്മാർഹതി നൃപോ മക്ഷികേവ ഗരുന്മതഃ. ഇപ്രകാരം ഭരതവചനാർത്ഥത്തെ വ്യാഖ്യാനിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെ പൂർവന്മാരും വർണ്ണിച്ചിരിക്കുന്നത് കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹിമയെ പൂർവന്മാർ ഇങ്ങനെ കീർത്തിക്കുന്നു. ഋഷഭപുത്രനും മഹാത്മാവുമായ രാജർഷിയുടെ മാർഗത്തെ അന്യനായ രാജാവിന് ഗരുഡൻ്റെ മാർഗത്തെ ഈച്ചകൾക്കെന്ന പോലെ മനസ്സുകൊണ്ടുകൂടി അനുസരിപ്പാൻ സാധിക്കുന്നതല്ല. യോ ദുസ്ത്യജാൻ ദാരസുതാൻ സുഹൃദ്രാജ്യം ഹൃദിസ്പൃശഃ ജഹൗ യുവൈവ മലവതുത്തമശ്ലോകലാലസഃ. യാതൊരുവൻ അന്യന്മാർക്കുപേക്ഷിപ്പാൻ പ്രയാസമേറിയവയും മനോഹരങ്ങളുമായ ഭാര്യാപുത്ര സുഹൃത്തുക്കളെയും രാജ്യത്തെയും ഭഗവാനെ ഭജിക്കുന്നതിലുള്ള ആഗ്രഹാധിക്യം നിമിത്തം യൗവനാവസ്ഥയിൽ തന്നെ അശുദ്ധ പദാർത്ഥങ്ങളെപ്പോലെ ഉപേക്ഷിച്ചുവോ, ആ രാജർഷിയുടെ മാർഗാനുസരണം ഇതരന്മാർക്ക് സാധിക്കുന്ന ഒന്നല്ല. യോ ദുസ്ത്യജാൻ ക്ഷിതിസുത സ്വജനാർത്ഥധാരാൻ പ്രാർത്യാം ശ്രിയം സുരവരൈ സദയാവലോകാം നൈച്ഛൃന്നഭസ്തതുജിതം മഹതാം മധുദ്സേവാനുരക്ത മനസാമഭവോപി ഫൽഗുഹോ. മറ്റുള്ളവർക്ക് ഉപേക്ഷിപ്പാൻ പ്രയാസമുള്ള ഭൂമി, പുത്രന്മാർ, സ്വജനങ്ങൾ, ധനങ്ങൾ, ഭാര്യ എന്നിവരെയും ഇദ്ദേഹത്തിൻ്റെ ദയ എന്നിൽ ഏതുവിധമാണ് ഉണ്ടാകുക എന്നുള്ള താത്പര്യത്തോടുകൂടി പരിജനങ്ങൾ നോക്കുന്നതിന് കാരണഭൂതവും ദേവന്മാരാൽ കൂടി പ്രാർത്ഥിക്കപ്പെടുവാൻ യോഗ്യവുമായ ഐശ്വര്യത്തെയും യാതൊരു രാജാവ് കാക്ഷിച്ചില്ലയോ, അത് ഏറ്റവും സമുചിതം തന്നെ. എന്തുകൊണ്ടെന്നാൽ സംസാര ദുഃഖങ്ങളെ തീരെ നശിപ്പിക്കുന്ന ഭഗവാന്റെ പാദപത്മത്തെ സേവിപ്പാൻ ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടിയ മഹാത്മാക്കൾക്ക് മോക്ഷവും കൂടി നിസ്സാരമാകുന്നു. യത്നായ ധർമ്മപദയെ വിധി നൈപുണായ യോഗായ സാങ്ക്യശിരസേ പ്രകീതീശ്വരായ നാരായണായ ഹരയേ നമ ഇത്യുദാരം ഹാസ്യൻ മൃഗത്വമഭിയ സമുദാജഹാര. യാഗസ്വരൂപനും യത്നാദികർമ്മങ്ങളുടെ ബലദാതാവും
സർവകർമ്മങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതിൽ നിപുണനും അഷ്ടാംഗയോഗത്താൽ പ്രാപിപ്പാൻ യോഗ്യനും സാംഖ്യശാസ്ത്രത്താൽ പ്രതിപാദിക്കപ്പെടുന്ന പരമാർത്ഥ വസ്തുസ്വരൂപനും പ്രകൃതിയുടെ നിയന്താവും ബ്രഹ്മാദികളായ ഉത്കൃഷ്ട ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും കാരണസ്വരൂപനും സംസാര സങ്കടങ്ങളെ സംഹരിക്കുന്നവനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നുച്ചരിച്ചും കൊണ്ട് മൃഗദേഹത്തെ ഉപേക്ഷിക്കുന്ന അവസരത്തിലും യാതൊരുവൻ ഉദാര വിചാരവാനായിരുന്നുവോ ആ രാജാവിൻ്റെ മാർഗത്തെ അനുസരിപ്പാൻ അന്യന്മാർക്ക് സാധിക്കുന്നതല്ല. യ ഇദം ഭാഗവത സഭാജിതാവതാത ഗുണകർമ്മണോ രാജർഷേർ ഭരതസ്യാനുചരിതം സ്വസ്ത്യേനമായുഷ്യം ധന്യം യശസ്യം സ്വർഗാപവർഗ്യം വാനുശൃണോത്യാഖ്യാസ്യത്യഭിനന്ദതി ച സർവ ഏവാശിഷ ആത്മന ആശാസ്തേന കാഞ്ചന പരത ഇതി. ഏതൊരുവൻ ഭഗവത് ഭക്തന്മാരാൽ ആദരിക്കപ്പെട്ടതും പരിശുദ്ധങ്ങളായ ഗുണങ്ങളും കർമ്മങ്ങളുമടങ്ങിയതും മംഗളങ്ങളുടെ നിവാസസ്ഥാനവും ദീർഘായുസിനെയും ധനത്തെയും യശസ്സിനെയും സ്വർഗത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കുവാൻ സമർത്ഥവുമായ രാജർഷിയായ ഭരതൻ്റെ ചരിതം കേൾക്കുകയോ പറയുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നുവോ അവന് സർവാശിസ്സുകളും ആത്മസ്വരൂപനായ ഭഗവാനിൽ നിന്നു തന്നെ സിദ്ധിക്കും. അന്യനിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കേണ്ടതായി വരികയില്ല. 14-ാം അധ്യായം സമാപിച്ചു. 15-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.